അങ്ങനെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. മഴക്കാലമല്ലേ, മഴയൊക്കെ തുടങ്ങി, ഒരു തണുപ്പൊക്കെ അടിച്ചു തുടങ്ങി. എല്ലാവരും വളരെ സന്തോഷത്തിലാണോ? പക്ഷേ ജോലിയുള്ളവർക്ക്, ഡെയിലി ജോലിക്ക് പോകുന്നവർക്ക് മഴയൊരു പ്രശ്നമാണ്. അല്ലാത്തവർക്ക് വലിയ പ്രശ്നം വരുന്നില്ല അല്ലേ? എല്ലാ മാസവും കൃത്യമായിട്ട് ശമ്പളമൊക്കെ കിട്ടുന്നവർക്ക് വലിയ കുഴപ്പം വരുന്നില്ല. പക്ഷേ ഡെയിലി ജോലിക്ക് പോകുന്നവർക്ക് ഒരു മഴയൊരു പഞ്ഞ മാസമാണ്, 100% ഉറപ്പാണ്. ഏതായാലും തണുപ്പൊക്കെ പിടിച്ച് കുറച്ച് കഴിഞ്ഞ ആഴ്ച വരെ ഭയങ്കര ചൂട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് ഇപ്പോൾ ഒരു തണുപ്പൊക്കെ ആയി, ശരീരമൊക്കെ ഒന്ന് കുളിരട്ടെ, ചൂടൊക്കെ ഒന്ന് മാറി. അപ്പം ഇതിനിടയിൽ നമ്മുടെ ആദ്യത്തെ വീഡിയോ തുടങ്ങാം. ഈ പ്രഭാതത്തിലെ ആദ്യത്തെ വീഡിയോ അത് നമ്മൾ കുറച്ച് ദിവസമായിട്ട് ദൃശ്യത്തിൽ തുടങ്ങുന്നു. ഇപ്പോഴും ദൃശ്യത്തിൽ തന്നെ തുടങ്ങാം. ദൃശ്യവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോഴും പുതിയ ചിത്രങ്ങളൊക്കെ വരുന്നെങ്കിലും ദൃശ്യവുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ കേൾക്കാനാണ് നമ്മുടെ ചാനലിൻ്റെ പൊതുവെ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നത്. അതുതന്നെയാണ് നമുക്ക് തോന്നുന്നത്. അപ്പം ദൃശ്യവുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത ഇന്നലെ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു. ദൃശ്യം കഴിഞ്ഞ ദിവസം 1 കോടിക്ക് താഴെയായിരുന്നു, ഏകദേശം 95 ലക്ഷം രൂപയായിരുന്നു കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്തത്. പിന്നെ കേരള കളക്ഷൻ ഇന്നലെയും അല്പം കുറഞ്ഞിട്ടുണ്ട്, ഏകദേശം 88 ലക്ഷം രൂപയാണ് ഇന്നലെ കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്തത്. എന്നിട്ടും മികച്ചൊരു കളക്ഷനാണ്. 16ാമത്തെ ദിവസമാണ് ഈ 88 ലക്ഷം രൂപ കേരള കളക്ഷൻ. അങ്ങനെ ടോട്ടൽ കളക്ഷൻ ഏകദേശം 82 കോടി 85 ലക്ഷത്തിലേക്കൊക്കെ എത്തിയിരിക്കുന്നു. ഇന്നുകൊണ്ട് അത് 83 കോടിയിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 85-90 താഴെ കളക്ഷന് നിൽക്കാനാണ് സാധ്യത. കാരണം ഓട്ടോ ഒക്കെ ഏകദേശം അവസാനിപ്പിക്കാനുള്ള സമയമായി. കേരള കളക്ഷൻ മാത്രമേ ഉള്ളൂ സാമാന്യം ഭേദപ്പെട്ട കളക്ഷൻ വരുന്നത്. പുറത്തു നിന്നൊക്കെ കളക്ഷൻ കുറഞ്ഞു തുടങ്ങി. അപ്പോൾ പുതിയ ചിത്രങ്ങളൊക്കെ വരുമ്പോൾ ആറിയ കഞ്ഞി പഴങ്കഞ്ഞിയാണല്ലോ പൊതുവെ അല്ലേ. അപ്പോൾ പുതിയ ചിത്രങ്ങൾ വരുമ്പം പഴയ ചിത്രങ്ങളോടുള്ള പ്രതിബദ്ധി അതുമല്ലല്ലോ. എനിക്ക് തോന്നുന്നു പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ 365 ദിവസമൊക്കെ ചിത്രം എന്ന് പറഞ്ഞാൽ ചിത്രം ഓടിയെന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഏകദേശം 16ാമത്തെ ദിവസം കഴിഞ്ഞപ്പോഴത്തേന് ആ പടം ഒരുമാതിരി ഇതായി. അതാണ് പെട്ടെന്ന് കാശ് വാരുക എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പം ദൃശ്യം വേൾഡ് വൈഡ് കൃത്യമായിട്ടുള്ള കണക്ക് വരുന്നെങ്കിലും ഏകദേശം 232-33 റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് തന്നെ കരുതുന്നുണ്ട്. അപ്പം ദൃശ്യവാർത്തകളൊന്നും ഇവിടെ അവസാനിക്കുന്നില്ല. ഇന്നും മികച്ച രീതിയിലുള്ള ബുക്കിംഗ് ഒക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ ഇന്നലത്തെ ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഏകദേശം 31,000 ചില്ലുവാനും ടിക്കറ്റ് 24 മണിക്കൂർ കൊണ്ട് വിറ്റുമാറി. അതും മികച്ച രീതിയിലുള്ള ബുക്കിങ്ങാണ്. ഏകദേശം എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ ഇന്നലെ റിലീഫ് ചെയ്ത പുതിയ ചിത്രങ്ങൾ പോലും 50,000-ത്തിനടുത്ത് ടിക്കറ്റ് മാത്രമേ വിറ്റുള്ളൂ. ആ സ്ഥാനത്ത് ദൃശ്യം ഇന്നലെ 31,000 ടിക്കറ്റ് വിറ്റു എന്ന് പറയുമ്പോൾ ശനിയാഴ്ചയും ഞായറാഴ്ചയൊക്കെ മികച്ച രീതിയിലുള്ള കളക്ഷൻ, ഒരുപക്ഷെ 1 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ ശനിയും ഞായറും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം കാത്തിരുന്ന് കാണാം. 85 കോടിയിലേക്ക് ഞായറാഴ്ച കൊണ്ട് എത്തും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനുവേണ്ടി കാത്തിരിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്താം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല പ്രഭാതം ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ, ബൈ.